السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിക്കാഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പലരും നിക്കാഹ് നടത്തുമ്പോൾ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഉസ്താദുമാരെ വിളിക്കാറുണ്ട്. പല പല മാസങ്ങളിലും നിക്കാഹ് നടത്താതെ അന്നത്തെ ദിവസം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാറുണ്ട്. ഏറ്റവും നിക്കാഹ് നടത്താൻ പര്യാപ്തമായ ദിവസം ഏതെന്ന് ചോദിക്കാറുണ്ട്. നെഹസുകൾ നിക്കാഹ് നടത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നമായി സംഭവിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന പല മാതാപിതാക്കളുമുണ്ട് മക്കളുടെ വിവാഹത്തിൽ. ഇതിന്റെ വസ്തുത എന്താണ്? നമുക്ക് കിതാബിന്റെ പിൻബലങ്ങളിലൂടെ പ്രാമാണികമായ നിലയിൽ നമുക്ക് പരിശോധിക്കാം. നെഹസ് ദിനങ്ങളിൽ അത് ഏത് ദിവസമാണെങ്കിലും അത് നിക്കാഹ് നടത്താൻ കഴിയുന്നതാണ്. അന്ന് നിക്കാഹ് നടത്തുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ ആ നിക്കാഹുമായി ബന്ധപ്പെടുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളോ ഉണ്ടാകുമെന്നൊന്നും കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതല്ല. അത് അടിസ്ഥാനരഹിതമായ നാട്ടുവർത്താനം മാത്രമാണ്. ഒരു വർഷത്തിൽ നിക്കാഹിന് കഴിയാത്തതായിട്ടുള്ള ഒരു ദിവസങ്ങളുമില്ല എന്നുള്ളതാണ് വസ്തുത. അത് വിശുദ്ധ റമദാൻ മാസത്തിൽ വരെയും നമുക്ക് നിക്കാഹ് നടത്താവുന്നതാണ്. അതായത് ഏത് ദിവസം നിക്കാഹ് നടത്തിയാലും ഹറാമോ കറാഹത്തോ ഖിലാഫുൽ ഔലയോ പോലും ഇല്ല. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ നല്ലതിന് എതിരാണ് എന്നാണ്, അതും ഇല്ല. നെഹസ് എന്നത് മതവിധിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മാസങ്ങളിൽ നിക്കാഹ് നടത്താൻ ഏറ്റവും അനുയോജ്യമായ മാസങ്ങൾ ഷവ്വാൽ, സഫർ എന്നീ 2 മാസമാണ്. നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള മാസം നിക്കാഹിന്, അത് സ്ത്രീക്കായാലും പുരുഷനായാലും അവരുടെ നിക്കാഹ് നടത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ഷവ്വാൽ മാസം എന്നുള്ളത്. നിക്കാഹ് നടത്തൽ പ്രത്യേകം സുന്നത്തുള്ളതുമാണ് ഷവ്വാലിലും സഫറിലും. മറ്റു മാസങ്ങളെല്ലാം നിക്കാഹിന്റെ വിഷയത്തിൽ സമാന പദവിയാണ്. ഈ 2 മാസങ്ങൾക്കാണ് ഏറ്റവും മഹത്വം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ 2 മാസങ്ങളല്ലാത്ത എല്ലാ മാസങ്ങളിലെ ദിവസങ്ങളും എല്ലാം ഒന്ന് എല്ലാം സമമാണ്, സമാന പദവിയുള്ളതാണ്. ഇനി ഷവ്വാലിൽ നിക്കാഹ് നടത്തൽ പ്രത്യേകം സുന്നത്താവാനുള്ള കാരണം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഷവ്വാൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും നിക്കാഹ് ചെയ്തത്. തുഹ്ഫ 7/216 വ്യക്തമായി അത് കാണാവുന്നതാണ്. ഇനി സഫർ മാസത്തിൽ വിവാഹം നടത്താൻ ഏറ്റവും നല്ല മാസമാണ് എന്ന് പറഞ്ഞതിന്റെ പിൻബലം, അതിന്റെ പ്രാമാണിക അടിസ്ഥാനം, സഫർ മാസത്തിൽ നിക്കാഹ് പ്രത്യേകമാണ് എന്ന് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയും അവിടുത്തെ പ്രിയപ്പെട്ട പിതൃവ്യ പുത്രനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും നിക്കാഹ് സഫർ മാസത്തിലായിരുന്നു. ഷർവാനി 7/189, അലിയുൽ ബഷറ 6/185 ഇതിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നെഹസ് എന്നുള്ള സംഭവം അശുഭമായ ദിവസം എന്നാണ് നെഹസ് കൊണ്ടുള്ള വിവക്ഷ. സുബഹി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അന്നുണ്ടാകുന്ന ഒരു കാര്യത്തിലും നെഹസ് സംഭവിക്കുകയില്ലെന്ന് മാത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുബഹി നിസ്കരിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും, അതിന് എത്ര നല്ല ദിവസം സെലക്റ്റീവായി ചെയ്താലും ആ ദിവസത്തെ ഒരു കാര്യവും ശുഭകരമാവുകയില്ല, അത് അശുഭമായി പര്യവസാനിക്കുന്നതാണ്. കാരണം സുബഹി നിസ്കരിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നിലും ഒരു ബറക്കത്ത് ഉണ്ടാകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, എന്റെ സമുദായത്തിന്റെ പ്രഭാത സമയങ്ങളിൽ, അവർ പ്രഭാതങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ബറക്കത്ത് ചെയ്യണമേ എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രഭാത സമയങ്ങളിൽ ഷോപ്പുകൾ തുറക്കുകയും, കച്ചവടമില്ല ഉണ്ടോ അത് മറ്റൊരു വിഷയം, പക്ഷെ ആ സമയത്ത് ഷോപ്പ് തുറക്കുകയും മറ്റുള്ള എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ സുബഹിയുടെ സമയം, യാത്ര തുടങ്ങുമ്പോഴും സുബഹിയുടെ സമയം ഒക്കെ സെലക്ട് ആക്കി കഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ എല്ലാം അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലും
ബറക്കത്തും ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അതിപ്രധാന കാര്യങ്ങളും ബറക്കത്തോടു കൂടിയായി അതിന്റെ പര്യവസാനം നാം ആഗ്രഹിക്കുന്ന നിലയിൽ വളരെ വിജയകരമായി സന്തോഷത്തോടു കൂടി പര്യവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.